ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സൂമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മഴ തോരും മുമ്പേ സീരിയലിൻ്റെ നാളെ വരാനിരിക്കുന്ന ഒരു പ്രമോ വിശേഷം നമുക്ക് കേട്ടാലോ. നല്ല അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരുന്ന ഓരോ ദിവസവും. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ സ്റ്റാൻലി അല്ലേ, കേണൽ സ്റ്റാൻലീനെ നമ്മൾ കാണാൻ പോവുകയാണ് അല്ലേ. ആ ഒരു കാത്തിരിപ്പിന് ഒരു വിരാമം വരാൻ പോവുകയാണ്. അങ്ങനെ നമ്മളൊക്കെ കാത്തിരുന്ന ആ ഒരു സീനാണ് വരുന്നത്. നമ്മുടെ ബാലചന്ദ്രനും നമ്മുടെ ഗോവർദ്ധനും കൂടെ സ്റ്റാൻലിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അവിടെയൊക്കെ എല്ലാവരുടെ ചോദിച്ച് മനസ്സിലാക്കേണ്ട കേട്ടോ. അപ്പം കേട്ടിടത്തോളം ഒരു പേടി സ്വപ്നം തന്നെയാണ് നമ്മുടെ സ്റ്റാൻലി അല്ലേ. സ്റ്റാൻലിക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ലാലിച്ചൻ എന്നൊരു പേരും കൂടെ. അപ്പോൾ സ്റ്റാൻലിയെക്കുറിച്ച് കാണിക്കുന്നത് എപ്പോഴും മദ്യലഹരിയിൽ തന്നെ കഴിയുന്ന സ്റ്റാൻലിയാണ്. അപ്പോൾ എപ്പോഴും പുള്ളിയുടെ കയ്യിലൊരു തോക്കുണ്ടാകും. പിന്നെ ആ കഴിക്കുന്ന മദ്യം ഒരു ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് തന്നെ എവിടെ നിന്നൊക്കെയോ ഒരു 3-4 പുള്ളി വളർത്തുന്ന നായ്ക്കളാണത്. അതിനെ കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ച് പോകും. ഒരു വല്ലാത്ത ഭീകരമായ ഒരു രൂപങ്ങളാണ് അതിനൊക്കെ. അപ്പോൾ അതൊരിക്കലും നമുക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാൻലിയുടെ ഒരു രൂപവും ഈ പട്ടികളും ഇതൊക്കെ തോക്കും ഇതെല്ലാം കൂടെ കാണുമ്പോൾ തന്നെ പേടിപ്പിക്കുന്ന കുറേ രൂപങ്ങളാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ആൾക്കാരൊന്നും അധികം അങ്ങനെ സഹകരിക്കാനോ ഒന്നും തന്നെ പോകുന്നില്ല. ആ ഒരു ഇതാണ്. അപ്പം ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ ഈ കേട്ടറിവ് വെച്ചൊക്കെ ഒരു ചെറിയൊരു ഭയമൊക്കെ ഉള്ളിൽ ബാലചന്ദ്രന് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗോവർദ്ധന് ശരിക്കും പേടി തന്നെ ആവേണ്ട കേട്ടോ. അപ്പോൾ ഗോവർദ്ധനം ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ബാലേട്ട കേട്ടിടത്തോളം ഒരു പേടി ഭീകര രൂപം തന്നെയാണല്ലോ ആളിന് എന്നതൊക്കെ ഇങ്ങനെ പറയണം. ഈ സമയത്ത് നമ്മുടെ അലീനയും നമ്മുടെ രോഹിത്തും അവരൊക്കെ വീട്ടിലെത്തി കഴിഞ്ഞു കേട്ടോ. നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തുകയാണ്. അപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര മൂഡ് ഓഫാണ്. കാരണം അവിടെ നിന്ന് ഇപ്പം വരേണ്ടിയില്ലായിരുന്നു എന്നൊക്കെയുള്ള തോന്നൽ. അതുപോലെ തന്നെ അവിടെ നമ്മുടെ രേവതിക്കുട്ടിക്കും ഗ്രേസമ്മയ്ക്കും മാമച്ചനും ഭയങ്കര സങ്കടമായിരുന്നു. 2-3 ദിവസം അവരൊക്കെ നിന്ന് ഇത്രയും ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങനെ എന്താണ് പോകണ്ട തിരിച്ചു പോയപ്പോൾ അവർക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഒരു വീട് ഉറങ്ങി കണക്കുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞ് അവർക്കൊക്കെ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ അലീന. അപ്പോൾ എല്ലാവരും ആകെ ഒരു ഇതാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, എക്സാം ഇല്ലായിരുന്നെങ്കിൽ 2 ദിവസം കൂടെ അവിടെ നിൽക്കായിരുന്നു. എന്നിട്ട് നമ്മുടെ ബബിത പറയും, അലീന ചേച്ചി ഒരു കാര്യം ചെയ്യോ, അച്ഛനെ ഒന്ന് വിളിച്ച് നോക്കാവോ, അച്ഛൻ ഇനിയും ലേറ്റ് ആവോ എന്നുള്ളതൊക്കെ അറിയാം, എങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു അല്ലേ, അങ്ങോട്ട് വേണമെങ്കിൽ പോയാലോ എന്നുള്ള തോന്നൽ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛൻ ഇപ്പോൾ എന്തോ ഒരു അത്യാവശ്യമായിട്ടാണ് ഈ യാത്ര പോയിരിക്കുന്നത്, നമ്മളിതിനിടയിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് അത്ര ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ചായയും സ്നാക്സൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അലീന നേരെ നമ്മുടെ രേവതിക്കുട്ടിയെ വിളിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടിയെ വിളിക്കുന്ന സമയത്ത് രേവതിക്കുട്ടി പറയുന്നുണ്ട്, നിങ്ങളിവിടെ നിന്ന് പോയിട്ട് ഞങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് വെച്ചാൽ ആകെ ഒരു ബുദ്ധിമുട്ടാണ്, എന്തോ പോലെ ഒരു ബുദ്ധിമുട്ട്, വീട് ഉറങ്ങിയതുപോലെ. അപ്പോൾ നിങ്ങൾ പോകേണ്ടിയില്ലായിരുന്നു അലീന ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നും അങ്ങനെ നിൽക്കാൻ പറ്റൂടി മോളെ, ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞങ്ങൾ വരാം എന്നൊക്കെ പറഞ്ഞു. മാമച്ചനും ഗ്രേസമ്മയും അവരെ എങ്ങോട്ടോ ഒരു മൂലയ്ക്ക് ഇരിപ്പുണ്ട്, അവർക്കും ഭയങ്കര പ്രയാസം അലീന ചേച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ രോഹിത് റൂമിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് രോഹിത്തിൻ്റെ മനസ്സിലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ രേവതി കുട്ടിയോടുള്ള അടികൂടലും കുറേ നേരമുള്ള ആ ഒരു പിണക്കോ സംസാരം അതൊക്കെ ഒരു മൈൻഡിൽ തന്നെ നിൽക്കുക. ഒന്ന് വിളിച്ച് നോക്കിയാലോ, കാരണം നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ രോഹിത്തിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ രോഹിത്ത് നമ്മുടെ രേവതിക്കുട്ടിയെ വിളിക്കുകയാണ്. രേവതിക്കുട്ടിയും നമ്പറൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എങ്കിലും ആദ്യമായിട്ട് വിളിക്കുകയല്ലേ രോഹിത്ത്. ഹലോ, ആരാ എന്ന് ചോദിക്കുക. അതെ, ഞാൻ രോഹിത്താണ്. അതെയോ, എന്തായിരുന്നു? അപ്പോൾ ഞങ്ങളിവിടെ എത്തിയെന്ന് പറയാൻ വേണ്ടി വിളിച്ചാണ്. അലീന ചേച്ചി ഇപ്പോൾ വിളിച്ചായിരുന്നു എന്ന് പറയും. എന്നാലും വിളിക്കണ്ടേ, എത്തിക്കഴിഞ്ഞിട്ട് വിളിക്കണ്ടേ, ഒരു മര്യാദ അതല്ലേ എന്ന് പറഞ്ഞിട്ട് രോഹിത്ത് പറയണം. അപ്പോൾ രേവതിക്കുട്ടിക്ക് മനസ്സിലായി തന്നെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ് എന്നുള്ളതൊക്കെ. എന്നിട്ട് രണ്ടുപേരും കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ട് പിന്നെ കോളൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഗോവർദ്ധനും നമ്മുടെ ബാലചന്ദ്രനും കൂടെ അങ്ങനെ ആ വലിയൊരു എസ്റ്റേറ്റ്, എത്രയോ ഏക്കർ കണക്കുള്ള സ്ഥലമാണ്, ആ ഒരു എസ്റ്റേറ്റിലോട്ട് അവർ കടക്കുകയാണ്. അപ്പം അടുത്തൊന്നും വീടുകളോ ഒന്നും തന്നെ ഇല്ല. ഒരു വല്ലാത്തൊരു ഭീകര അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കും കണക്കുള്ളൊരു ഇതാണ് ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ. എന്ന് വെച്ചാൽ ആൾക്കാരോ വീടുകളോ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഈ സ്റ്റാൻലിയുടെ വീടെന്ന് പറയുന്ന ഒരു പഴയ ഒരു കൊട്ടാരം പോലെയുള്ളൊരു വീടാണ് കേട്ടോ. പുള്ളിയുടെ ഫാമിലിയും മറ്റൊന്നും കൂടെ ഇല്ല.
ഇല്ല. ആകെയുള്ളത് പരിചാരകരാണ് കുറച്ച് പേര്, അയാളുടെ കാര്യങ്ങൾ നോക്കാനും മറ്റുമൊക്കെയുള്ള കുറച്ച് സെർവൻ്റാണ് ഉള്ളത്. പിന്നെ ഒരു ഡ്രൈവറുണ്ട്, ബൈജു എന്നോ അങ്ങയുടെ പേരുള്ള ഒരു ഡ്രൈവറുണ്ട്. പിന്നെ ആ വീടിൻ്റെ കാര്യസ്ഥനായിട്ട് പൗലോസ് എന്ന് പേരുള്ള ഒരാളാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ, ഒരാളുണ്ട്. ആ പുള്ളിയാണ് ഒരുവിധം വീട്ടിലെ കാര്യങ്ങളും മറ്റുമൊക്കെ നോക്കുന്നത്. ഈ സ്റ്റാൻലി എന്ന് പറയുന്നത് ഫുൾ ടൈം മദ്യപിച്ചുകൊണ്ടിരിക്കുന്നൊരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഫുൾ ടൈം ഒരു സിഗരറ്റ് ഇതൊക്കെ ഇങ്ങനെ പിടിച്ച്, ഒരു തോക്കൊക്കെ പിടിച്ച് എപ്പോഴും ചുറ്റിനും ഒരു മൂന്നാല് മനുഷ്യൻ്റെ വലിപ്പമുള്ള നായ്ക്കളാണ്. അങ്ങനത്തെ ഈ നായ്ക്കളുമായിട്ട് ഇങ്ങനെ ചുറ്റിനും ഇരിക്കുന്ന ഒരു രൂപമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത, നമ്മൾ കാത്തിരുന്നൊരു മുഖമാണ് സ്റ്റാൻലിക്ക്. അതൊരു എറായിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നമ്മുടെ ബാലചന്ദ്രൻ കടന്നു പോകുന്നത് ഇനി സ്റ്റാൻലിയുടെ മുമ്പിലോട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ അവരവിടെ ആ വീടെത്തുകയാണ്. അപ്പോൾ വീടെത്തി കഴിയുമ്പോൾ ഗോവർദ്ധനം പറയുന്നു, ബാലേട്ടാ എനിക്കെന്തോ ഒരു വല്ലാത്തൊരു പേടിയാവുന്നു, ഇയാളെക്കുറിച്ച് കേട്ടിടത്തോളം എന്താ ഏതാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ ഗോവർദ്ധൻ്റെ അടുത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ ഇവിടെ എന്തായാലും ഇരിക്കും, ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ, എന്താണ് അവസ്ഥയും സിറ്റുവേഷനൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് വരാം. എന്നാലും ബാലേട്ടാ ഒന്ന് ശ്രദ്ധിച്ചോണേ, കാര്യം കേട്ടിടത്തോളം അത്ര നല്ല രീതിയൊന്നും ഇയാളെക്കുറിച്ച് കേൾക്കല്ല എന്നിങ്ങനെ പറയൂട്ടോ. അപ്പോൾ എന്തായാലും ബാലചന്ദ്രന് ഒരു ഉള്ളിലൊരു ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിലും രണ്ടും കൽപ്പിച്ച് തന്നെ എന്തായാലും എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല, എന്തായാലും കാണാൻ എന്നെ വേണം എന്നിങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ ആ വീട്ടിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് ആ ബെല്ലടിക്കുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പം ഇതിനിടയിൽ ഞാൻ നമ്മുടെ ബാലചന്ദ്രനെ കുറിച്ച് ഇങ്ങനെ ബാലേന്ദ്രൻ അവിടെ ചെല്ലുന്നതും ബാലചന്ദ്രൻ അത് എങ്ങനെ നമ്മുടെ സ്റ്റാൻലിയിലെടുത്ത് കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. അവിടെ ചെന്നു, ബെല്ലടിച്ചു. അപ്പോൾ സ്റ്റാൻലി കടന്നു വരേണ്. സ്റ്റാൻലി കടന്നു വന്നിട്ട് ആരാന്ന് ചോദിക്കണം. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഞാൻ ഇന്നതുപോലെ ദൂരെ നിന്ന് വന്നതാണ്, സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയാം. അപ്പം എനിക്ക് നിങ്ങളെ അങ്ങനെ പരിചയമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ കാണാൻ വരുന്നതെന്ന് സ്റ്റാൻലി തിരിച്ച് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ബാലചന്ദ്രൻ ആ കണ്ട നിമിഷത്തിൻ്റെ ഒരു ചെറിയൊരു ഷോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഈ പുള്ളിയെ കാണുമ്പോൾ. ഒരു തോക്കൊക്കെ പിടിച്ച ഒരു കേണലല്ലേ, അതിൻ്റേതായ പ്രൗഢിയും. കാരണം ബാലചന്ദ്രനെക്കാട്ടിലും അത്യാവശ്യം നല്ലൊരു സൈസും വെയിറ്റും ഒക്കെ ഉള്ളൊരു വലിയൊരു മനുഷ്യനാണ് ഈ സ്റ്റാൻലി എന്ന് പറയുന്നത്. അങ്ങനെ അയാൾ പറഞ്ഞു, എനിക്കെന്തായാലും നിങ്ങളെ അറിയില്ല. അപ്പോൾ പറയും, ഞാനൊരു കാര്യം താങ്കളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി കുറച്ച് നേരം സൈലൻ്റായിട്ട് നിൽക്കും. ഒരു കാര്യം കയറി വരുമെന്ന് പറയും. അങ്ങനെ അകത്തോട്ട് കയറി. പക്ഷേ ആ സംസാരിക്കുന്ന സമയത്തും ഈ പുള്ളി മദ്യപിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡുണ്ട് കേട്ടോ, നിലപാടിനോ അല്ലെങ്കിൽ അതിനൊരു അങ്ങനെ കുടിച്ച് മത്ത് പിടിച്ച ആ ഒരു ഇതൊന്നുമല്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ ചെന്നു. അപ്പോൾ ബാലേന്ദ്രൻ ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. സ്റ്റാൻലി ബാലേന്ദ്രനോട് ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കും, സാർ ഇവിടെ ഒറ്റയ്ക്കാണോ അതോ ഫാമിലി ആയിട്ടാണോ എന്നൊക്കെ ചോദിക്കുക. അത് ചോദിക്കാനാണോ താൻ ഇത്രയും ദൂരം താണ്ടി ഇവിടെ വന്നത്, താൻ എന്തായാലും വന്ന കാര്യം പറയുമെന്ന് പറയും. അപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ആ സമയത്ത് ബാലചന്ദ്രൻ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ തുടങ്ങണം, ഒറ്റയടിക്ക് നമുക്ക് കയറി ഒരു കാര്യം അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എവിടെ തുടങ്ങണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ പെട്ടെന്ന് ബാലചന്ദ്രന് വരെയാണ് കേട്ടോ. കാരണം നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മൈൻഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് എന്താണ്. ആദ്യമായിട്ട് കാണുന്ന ഒരാൾ തൻ്റെ ഭാര്യയായ വൈജയന്തി സ്നേഹിച്ചിരുന്ന 22 വർഷങ്ങൾക്ക് മുന്നേ സ്നേഹിച്ചിരുന്ന നമ്മുടെ അലീനയുടെ അച്ഛൻ. അപ്പോൾ അതൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ്റെ മനസ്സിലുണ്ട്. ഒരു കേണലാണ്, ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ സ്റ്റാൻലിക്ക് ലാലിച്ചൻ എന്നൊരു പേരും കൂടെ ഉണ്ട്. അത് സ്റ്റാൻലിയുടെ അമ്മ ചിന്നമ്മ ഇട്ടൊരു പേരാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതൊക്കെയാണ്. അപ്പം ബാലേന്ദ്രൻ അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇരിക്കുകയാണ് എങ്ങനെ തുടങ്ങണം എന്നുള്ളത്. ഇതേ സമയത്ത് നമ്മുടെ മനു അലീനേനെ വിളിക്കുകയാണ്. അപ്പോൾ അങ്കിൾ എത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് എത്തിയെന്നൊക്കെ അലീനയുടെ അടുത്ത് നമ്മുടെ മനു ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് സമയമായി മനുവേട്ട വന്നിട്ട് അച്ഛനെ വിളിച്ചില്ല, അച്ഛൻ ഇനി പോയിക്കുകയാണല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്യണോ എന്താണെന്നറിയില്ല, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുക. വന്നിട്ട് ഇവിടെ പിള്ളേർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവിടെ നിന്ന് ഇപ്പം വരേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ ഒരു ചിന്താഗതിയിലിരിക്കുകയാണെന്ന് പറഞ്ഞ്. അപ്പം മനു പറഞ്ഞു, ഇനിയിപ്പോൾ അവർക്ക് സ്കൂളിലും മറ്റുമൊക്കെ പോകണ്ടേ, അപ്പോൾ ഒത്തിരി ദിവസം അവിടെ നിന്നാലും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് വന്നത് എന്തുകൊണ്ട് നന്നായി എന്നിങ്ങനെ പറയുന്നുണ്ടേ.
അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ, അപ്പോൾ അങ്കിളിൻ്റെ കാര്യം, അതായത് ബാലേന്ദ്രൻ്റെ കാര്യവും പറയുന്നുണ്ട്. എന്ത് ലക്ഷ്യത്തോടെയാണ് പോയെന്ന് ഒന്നും അറിയില്ല, പക്ഷെ എന്തായാലും അലീനയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോയെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോഴേക്കും മനു പറയുന്നുണ്ട് നമ്മുടെ ഗംഗാധരൻ അങ്കിൾ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് കേട്ടപ്പോൾ തൊട്ട് അലീനയ്ക്ക് ഒരു വല്ലാത്തൊരു ടെൻഷനാണ്. ഇനിയിപ്പോൾ താൻ ഇവിടെ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞ് വന്നതാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അലീനയ്ക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം ഗംഗാധരൻ അങ്കിൾ വന്ന് എന്തിനാണെന്നോ ഏതിനാണെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ആ ഒരു രീതിയിലാണ് നെടുമ്പുരയ്ക്കൽ വീട്ടിലെ കാര്യങ്ങൾ. ഇതേ സമയം നമ്മുടെ വൈജയന്തി ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താകും, അലീന പോകുമോ, പിന്നെ ഇവരൊക്കെ പറയുമ്പോൾ അലീന പോയി കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഇത്രയേറെ ബുദ്ധിമുട്ടേണ്ടി വരുന്ന അവസ്ഥ എന്താണ്. അപ്പോൾ അതൊന്നും വൈജയന്തിക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മനസ്സിലാവണല്ലോ എന്താണ് ഏതാണെന്നൊന്നും. ആകെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരുടെയും ഉപദേശങ്ങളും ടോർച്ചർ ചെയ്യുന്ന കണക്കുള്ള ഇതും. പക്ഷേ വൈജയന്തി എന്ത് അവസ്ഥ വന്നിരുന്നാലും തൻ്റെ നിലപാട് വിട്ടുള്ളൊരു കേസ് വൈജയന്തിക്കില്ല. താൻ എന്താണോ ആ രീതി അത് തന്നെയായിരിക്കും തനിക്ക് എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പം ഏകദേശം ഈ ഒരു സീനൊക്കെയാണ് നാളെ വരുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയും ബാലചന്ദ്രനും തമ്മിൽ കണ്ടുമുട്ടി ബാലചന്ദ്രൻ താൻ വന്ന കാര്യം എന്താണ് എന്നുള്ളത് സ്റ്റാൻലി അറിയിക്കാൻ പോവുകയാണ്. ഞെട്ടലോടെ ആ ഒരു സീനും കാര്യങ്ങളൊക്കെ സ്റ്റാൻലി അറിയണം. എന്ന് വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി വരുന്നൊരു മാറ്ററാണ് ഈ അലീനയുടെ ഇത്. അതുവഴി പിന്നെ വൈജയന്തി. അപ്പോൾ അതൊക്കെ അറിയുമ്പോൾ സ്റ്റാൻലി, ഈ കാണുന്ന സ്റ്റാൻലിയൊക്കെ ഇത്രയും ഒറ്റയാനെ പോലെ നിൽക്കുന്ന സ്റ്റാൻലി ഇതൊക്കെ താന്ന് ഒരു എലി പോലെ ആവുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൽ ഇനി എന്താണ് വരാൻ പോകുന്നതെന്നുള്ള അല്ലേ, ആ കാത്തിരിപ്പിനും ഒരു സുഖമില്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ കേട്ടെന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ടാറ്റാ, ബൈ ബൈ. നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്